ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഒരു ഫാഷൻ ഷോയിലൂടെയാണ് തുടങ്ങുന്നത്. ആദ്യം നമ്മുടെ കഥാനായകൻ അല്ലൂട്ടൻ വരികയാണ്. പിന്നീട് ഇതാ താറാമക്കൾ വരുമ്പോൾ വരുന്നുണ്ട്, തുണി പൊക്കി വരുന്നുണ്ട്, തിരിഞ്ഞോടിപ്പോയിട്ട് പിന്നെ വേറെ ലുക്കിൽ വരുന്നുണ്ട്. കുട്ടിക്ക് എന്തൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് മെന കിട്ടുന്നില്ല. പിന്നെ അടുത്ത് കഥാനായിക വരികയാണ്. ഒന്നിൽ നമ്മൾ നിർത്താൻ പാടില്ലല്ലോ, അവളുടെ അമ്മയല്ലേ. അതുകൊണ്ട് രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ വന്നിട്ടുണ്ട്. ഇത് മീശമാധവന മുള്ളാണിപ്പപ്പനല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളുകയാണ്. അടുത്തത് നമ്മൾ ശാലീന സുന്ദരി ഉഷാറാണി വന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ വരുന്നത്, അതുകൊണ്ടായിരിക്കട്ടെ ചിലപ്പോൾ ഈ പോസ്റ്റിൽ വരുന്നത്. എല്ലാം കൂടെ കുറ്റിമറിച്ച് എങ്ങോട്ടാന്നല്ല, എന്നെ ഡോക്ടറെ കാണിക്കാൻ പോണ പോക്കാണ് മക്കളെ. നിങ്ങൾ വിചാരിക്കണ്ടാവില്ല ഞങ്ങൾ ഏതോ കല്യാണത്തിന് പോകാൻ. അച്ഛൻ വരുന്നില്ല, അപ്പം അച്ഛനോട് ടാറ്റ ബേബയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഏതോ ട്രിപ്പ് പോകുമ്പോൾ പോവാണ്. ഓട്ടോ വിളിച്ചിട്ടുണ്ട്, പുതിയ ഓട്ടോ ആണ് ഗൈസ്. അതുകൊണ്ട് ഈ ചേട്ടന് ഞാൻ എല്ലാ ഗൈഡൻസും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് എടെത്തും എന്തോ ഒരു ചൂടാലേ, സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങളൊക്കെ അവിടെ എങ്ങനെയാണ്? ഇടയ്ക്കോ മഴ പെയ്തെന്നൊക്കെ കേട്ടല്ലോ, മഴയൊക്കെ കിട്ടിയോ? വൈശാഖേട്ടൻ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റൽ പോക്കും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്കൊരു ടൂർ ഇട്ടത്. അതുകൊണ്ട് തന്നെ അല്ലും തുമ്പിയൊക്കെ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. കുട്ടിക്ക് ക്യാമറ കണ്ട പിന്നെ ആക്രാന്താണ് ഗൈസ്. പിന്നെ അവളെ കുറ്റം പറയാൻ പാടില്ല, എൻ്റെ മോളാണല്ലോ. അല്ലുട്ടനവിടുന്ന് ഓളിയിട്ട് നോക്കുന്നുണ്ട്. വീട് റൂം കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് ഇതൊക്കെ ഒരു പ്രകൃതി ഭംഗിയാണ്. അതുകൊണ്ട് ഞാൻ അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. എൻ്റെ എല്ലാ കഴിവുകളും ഞാൻ പകർന്ന് നൽകിയിരിക്കുന്നത് തുമ്പിക്കാണ്. അതുകൊണ്ട് തന്നെ വണ്ടി കയറി പാടുള്ള ഉറങ്ങും കേട്ടോ. ഞാനും അങ്ങനെ തന്നെയായിരുന്നേ. അതുകൊണ്ട് അമ്മ അപ്പോഴേ സുല്ല് പറഞ്ഞു, ഇവളെ എടുത്ത് ഇറങ്ങാന്നാണ് ഞങ്ങൾക്ക് ടാസ്ക് ആയതുകൊണ്ട് അമ്മയും മക്കളും വണ്ടിയിലിരിക്കുക, ഞാൻ പോയി ഡോക്ടറെ കാണിച്ച് വരാമെന്നൊക്കെയുള്ള എഗ്രിമെൻറ്റ് സൈൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ നമ്മൾ കവാടത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ ഇത് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും പലതും ഓർമ്മ ഉണ്ടാവുമല്ലോ. ഇനി അതെന്തായാലും ഓർമ്മിക്കേണ്ട, ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോട്ടെ. ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ എനിക്കാണ് ടെൻഷൻ. എന്താണെന്നറിയാം, ഒരു വൈവയ്ക്ക് പോകുന്ന അവസ്ഥയായിരുന്നു. കാരണം ഈ ഏട്ടൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ വഴി പറഞ്ഞു കൊടുക്കേണ്ട ആൾ ഞാനാണ്. നിങ്ങൾക്ക് അറിയാലോ എൻ്റെ വഴി പറച്ചിൽ. അവസാനം എങ്ങനെ ഡോക്ടറെ വീടിനടുത്ത് എത്തിയത് എന്തോ ഒരു ഭാഗ്യത്തിനാണ്. എന്നെക്കാളും കൂടുതൽ ചെക്കനാണ് വഴി പറഞ്ഞു കൊടുക്കുന്നത്. ഓനുള്ള ബുദ്ധി പോലും എനിക്കില്ല എന്നുള്ളത് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം. അങ്ങനെ നമ്മൾ ഡോക്ടറെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഷുഗർ കുറഞ്ഞതിൻ്റെ സന്തോഷവും തൈറോയ്ഡ് പുതുതായി കിട്ടിയതിൻ്റെ സങ്കടമൊക്കെ പറയാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ്. അപ്പോൾ എല്ലാം കൂളായിട്ടാണ് ഇന്നെ തിരിച്ചു വിട്ടിട്ടുള്ളത് ഡോക്ടർ. മെയ് ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഡെലിവറി ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. മെഡിക്കൽ ഷോപ്പും അല്ലുട്ടൻ ബേക്കറി പോലെയാണ് ഗൈസ്. അവിടെ ഏതൊക്കെ മിഠായി ഉണ്ട്, അതിൽ ഏതൊക്കെ വേണം എന്നുള്ളത് മൂപ്പര് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷുഗർ ഉള്ളതുകൊണ്ട് മന്ത്ലി ഗ്രോത്ത് സ്കാൻ എടുക്കുന്നത് നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നാൽ ഇത്തവണ എന്തായാലും നീ എക്കോ സ്കാൻ എടുത്തോന്ന്. അങ്ങനെ എക്കോ സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലുട്ടൻ്റെ തൊല്ല താങ്ങാൻ വയ്യാതെ അപ്പുറത്തെ കടയിൽ പോയിട്ട് ഓന് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി കൊടുത്തപ്പോഴാണ് ഓനൊന്ന് സൈഡായത്. തുമ്പി ഇതുവരെ ഉറക്കത്തുനിന്ന് എണീറ്റിട്ടില്ല കേട്ടോ. ഞാനാണെങ്കിൽ ആ സമയമാകുമ്പോഴത്തേക്കും വിശന്ന് ഒരു വിധത്തിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് പഴംപൊരി ഒക്കെ വാങ്ങിച്ചതും കഴിച്ചുകൊണ്ടാണ് പോണത്. തിരിച്ചു വരുമ്പോൾ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ സ്കാനിങ്ങിന് വേണ്ടി ബുക്ക് ചെയ്തു കേട്ടോ. നമ്മൾ അനോമലി സ്കാൻ ഒക്കെ എടുത്തില്ലേ, അവിടെ തന്നെ ആ ഫീറ്റൽ മെഡിസിൻ്റെ സ്കാനിങ് സെന്ററിൽ തന്നെയാണ് പോണത്. ഞങ്ങളെല്ലാവരും പോയതും വന്നതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും വേറൊരുത്തി അവിടെ കാര്യമായിട്ടുള്ള ഉറക്കാം. പോകുമ്പോൾ ഉറങ്ങി ഉറക്കം, തിരിച്ചു വരുമ്പോൾ വരെ എണീറ്റിട്ടില്ല കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ പോലെ എന്തിനാ വെറുതെ വണ്ടി കയറി ഉറങ്ങിയത്. നെക്സ്റ്റ് സ്കാനിങ്ങിലുള്ള ടൈം കിട്ടിയിട്ടില്ല. എന്തായാലും അല്ലുട്ടിന് ക്ലാസ്സില്ല, ഓനെയും കൊണ്ട് പോകേണ്ടി വരും. തുമ്പമ്മേൻ്റെ കാര്യം അറിഞ്ഞുകൂടാ. അങ്ങനെ അതാ പള്ളീൻ്റെ അടുത്ത് എത്തി. അവിടെ നോമ്പുതുറ കണ്ടപ്പോൾ ഒരുത്തം അവിടെ കുരിശ് വരയ്ക്കുന്നു. ഞാനും വിചാരിക്കും ഇത് തമ്മിൽ എന്ത് ബന്ധമാണ്. അവിടെ ഉള്ളത് നോമ്പുതുറേൻ്റെ പള്ളിയാണ്, ഇവൻ വരയ്ക്കുന്നത് കുരിശാണ് കേട്ടോ. ഞങ്ങൾ അത് പറഞ്ഞ് ചിരിക്കുകയാണ്. ഓനൊരു മതമൈത്രിയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മൾ അധികം വൈകാതെ തന്നെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. തിരിച്ചെത്തുമ്പോഴത്തേത് ഇളയമ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കണ്ടുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് കയറുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാം ശുഭം. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.